ഹലോ ഗൈസ് പറ എനിക്കെന്നാ വേണം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ മൃത്യുഞ്ജയ ഹോമം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പൂജയുടെ സാധനങ്ങളാണ് അച്ഛൻ ഒരുക്കി വെച്ചേക്കണം. അപ്പോൾ ഇന്ന് രാവിലെ മൃത്യുഞ്ജയ ഹോമം നടക്കുകയാണ്. അപ്പോൾ ഇതാണ് വടുക്കിണി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതൊക്കെ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് പൂജ നടക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ അച്ഛനോ അച്ഛൻ്റെ അനിയനുണ്ട്, എൻ്റെ അപ്പനോ ഇല്ലെങ്കിൽ എൻ്റെ അനിയനോ ആണ് കൂടുതലായിട്ടും തേവാര പൂജ നടത്താറ്. അപ്പോൾ ഇന്ന് അനിയനാണ് കേട്ടോ നടത്തണത്. അപ്പോൾ ഇതാണ് വടുക്കിണി. അപ്പോൾ ഇവിടെയാണ് തേവാരം നടക്കാറ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ രാവിലെ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുളത്തിലേക്കാണ് പോണത്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, എൻ്റെ ഇല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കുളത്തിലേ കുളിക്കൂ. ഞങ്ങളുടെ ശീലം അതാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറേ പേര് ഹോം ടൂർ കാണിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെയൊക്കെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അവരോടൊക്കെ പറയുകയാണ് ഞാൻ ഹോം ടൂർ കാണിക്കാം, പക്ഷെ ഒന്ന് ലെവലാവണം. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊന്ന് വൃത്തികേടെന്ന് പറയാൻ പറ്റില്ല, ഒരു നീറ്റ്നെസ് കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് പക്ക നീറ്റായിട്ട് ഞാൻ എന്തായാലും ഹോം ടൂർ, നല്ല ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂർ ഞാൻ കാണിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ രാവിലെ കുളിക്കാൻ പോവാണ് കുളത്തിൽ. അപ്പോൾ ഇതാണ് കുളം. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഭയങ്കരമായിട്ട് വെള്ളം കയറി. ഞാൻ ഫസ്റ്റ് ടൈമിൽ യൂട്യൂബ് തുടങ്ങിയ ഒരു 3-4 വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കുളം. അന്ന് ഭയങ്കര ഇറങ്ങിയിട്ടായിരുന്നു കുളം. ഇന്നിപ്പം മഴയുണ്ട്, കണ്ടില്ലേ, ഫസ്റ്റ് കൽപ്പടയമ വരെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ വലിയ കുളമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ, അത്രയും വെള്ളമൊക്കെ നിറഞ്ഞു. അപ്പോൾ കുറേ മീനുകളും വന്നിട്ടുണ്ട്. അപ്പം മഴക്കാലമായാൽ കുറേ മീനുകളും ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് മീനാണ്, ബ്രാലാന്ന് എനിക്ക് തോന്നണത്. എനിക്കങ്ങനെ മീനിനെ പറ്റി വലിയ ഇതൊന്നുമില്ല, അതുകൊണ്ട് ബ്രാലാന്നാണ് കുറേ പേരൊക്കെ പറഞ്ഞറിവ്. എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല, എന്നാലും ഞാൻ പറയണം. അപ്പോൾ ഇനി നല്ല പോലെ അങ്ങോട്ട് നീരാടി കുളിക്കുക, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞാനെന്നാൽ കുളിക്കട്ടെ കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്, ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ച് വന്നു, ഞാൻ റെഡിയായി. അപ്പോൾ ഇനി മൃത്യുഞ്ജയ ഹോമം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പം അങ്ങോട്ട് പോട്ടെ, ഒന്ന് തൊഴാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണിത്, എൻ്റെ അച്ഛനാണ്. അപ്പോൾ എൻ്റെ അച്ഛനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മുത്തശ്ശിയുടെ പിറന്നാളാണ് കേട്ടോ. മുത്തശ്ശിയുടെ പിറന്നാളിന് മുത്തശ്ശിയുടെ പേരിൽ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ ഹോമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അച്ഛനാണ് മൃത്യുഞ്ജയ ഹോമം നടത്തണത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടിയും കഴിഞ്ഞാൽ നമുക്ക് തൊഴാറാവും. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ ഗൈസ്. എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. നല്ല സൂപ്പർ ഇഡ്ഡലിയാണ്. അമ്മ തന്നെ മാവൊക്കെ ഇന്നലെ അരച്ചൊക്കെ വെച്ചായിരുന്നു. നല്ല ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നിക്ക് വേണ്ടിയിട്ട്, നല്ല ചട്നി എന്നാണ് നമ്മൾ പറയുക, ചിലവർ ചമ്മന്തി എന്നും പറയും. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തി. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നാളികേരമൊക്കെ അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാത്രമല്ല, നമ്മൾ കുറച്ച് പുട്ടും ചെറുപയറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുപയർ കറിയാണ്. അപ്പോൾ ഞാൻ ഇനി പുട്ടും വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സ്റ്റവിൽ. അപ്പം നല്ല ഗ്ലാസ് പുട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് പുട്ടാണ്, നമ്മൾ ജസ്റ്റ് ആവി കയറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് പുട്ടും ചെറുപയറും ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ നടുമുറ്റവും പിന്നെ മുല്ലയ്ക്കൽ ഭഗവതിയും അവരൊക്കെയാണ് കേട്ടോ. ഇതാണ് നടുമുറ്റം. അപ്പോൾ ഇവിടെ നിറച്ച് വെള്ളം വരും കേട്ടോ. നല്ല ഗംഭീര മഴയാണെങ്കിൽ നടുമുറ്റം നിറഞ്ഞു കിടക്കും. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞാനും അനിയനും ഒക്കെ ഉണ്ടല്ലോ, നടുമുറ്റം നിറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂള് പോലെ ഞങ്ങൾ ഈ വെള്ളത്തിൽ നീന്തി കളിക്കാറുണ്ട്. അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മൃത്യുഞ്ജയ ഹോമം നമുക്കെല്ലാവർക്കും തൊഴാറായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവരോടും തൊഴാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൊഴുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മൃത്യുഞ്ജയ ഹോമാണ് നടന്നുകൊണ്ടിരിക്കണേ. റിപ്പീറ്റേഷൻ പറയല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇപ്പം തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർത്ഥമൊക്കെ തളിക്കുകയാണ്.
അങ്ങനെ കുറേ ചടങ്ങാണ് കേട്ടോ ഇപ്പം നടക്കണത്. മുത്തശ്ശിയുടെ പേരിലുള്ള മൃത്യുഞ്ജയ ഹോമം പുഷ്പാഞ്ജലിയാണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഇഡ്ഡലിയും നല്ല അടിപൊളി റെഡ് ചട്നിയുമാണ് കേട്ടോ. റെഡ് അല്ല, ഒരു ഓറഞ്ച് ചട്നി, പീച്ച് ചട്നി എന്നൊക്കെ പറയാം, പീച്ച് ചട്നി. ഓക്കെ, അപ്പോൾ അതാ അനിയനുണ്ട്, മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ മഴ ഇന്നിപ്പോൾ കുറച്ച് മുൻപ് ഇപ്പോൾ തോർന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുമ്പ് വരെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു കുഞ്ഞിളം വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഖത്ത് വെളിച്ചടിച്ചിട്ട ഇമാതിരി ഒരു വൃത്തികെട്ട കളർ മുഖത്തിന്. അപ്പോൾ അതാ നല്ല രസമുണ്ട് അല്ലേ, ആകാശമൊക്കെ കാണാൻ കണ്ടോ. ഇപ്പോൾ ഒരു ഇളം വെയിൽ, എന്നാൽ മഴക്കാറില്ല എന്നല്ല, മഴക്കാറുണ്ട്, എന്നാലും ഒരു ഇളം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ക്ലൈമറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നടുമുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഇഷ്ടമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കാണ് കിങ്ങിണി പറഞ്ഞ് എന്നെ ആരിക്കുട്ടി എന്നാട്ടോ കിങ്ങിണി വിളിക്കുക. ആരിക്കുട്ടി എനിക്ക് റെഡി ആവണം, എന്നെ മേക്കപ്പ് ചെയ്യിപ്പിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ഞാൻ കിങ്ങിണിക്കുട്ടീനെ ശുണ്ടേരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളത് റെഡി ആക്കണ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് അവൾക്ക് എല്ലാം കണ്ണൊക്കെ എഴുതിച്ച് പുരികൊക്കെ എഴുതിച്ച് നല്ല കുഞ്ഞുമണിയാക്കി കൊടുത്തു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ആണ് ഇത്. ഭംഗിയുണ്ടോ ചോദിക്കൂ, ഭംഗിയുണ്ടോ എന്നെ കാണാൻ ചോദിക്കൂ. സോ ഗായ്സ്, നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് ഈ ചന്ദൻ തിരി വെക്കാനുള്ളത്? ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ശരിക്കും ഇത് കാണണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ചന്ദൻ തിരിയുടെ ആഷസ് ഒന്നും പുറത്ത് പോവില്ല, നല്ലൊരു ഫ്രഷ് സ്മെല്ല് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവർ അറിഞ്ഞോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇതാ നമ്മുടെ നടുമുറ്റത്ത് മഴ പെയ്തു തുടങ്ങി. നടുമുറ്റത്തല്ല, മൊത്തം മഴ പെയ്തു തുടങ്ങി. പക്ഷെ നടുമുറ്റത്ത് മഴ ഇങ്ങനെ വരണ കാണാൻ നല്ല രസമല്ലേ. നമ്മുടെ ചന്ദ്രോത്സവം സിനിമയിൽ പറയണില്ലേ, അകത്ത് നടുമുറ്റത്ത് മഴ പെയ്യുന്നത് കാണാനല്ലേ ഒരു കുട്ടിക്ക് ഇഷ്ടം എന്ന് പറയണ പോലെ നല്ല രസമല്ലേ നടുമുറ്റത്ത് ഇങ്ങനെ മഴ പെയ്യണത് കാണാൻ.
നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി സദ്യ റെഡിയാണ്. പക്ഷേ സദ്യ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, കാറ്ററിംഗ് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്വാമി ഉണ്ട് നമ്മുടെ ഒരു തൃപ്രയാർ അമ്പലത്തിൻ്റെ അവിടെ. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചത്. നല്ല സൂപ്പർ സദ്യയായിരുന്നു, പറയാൻ വാക്കുകളില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു. ക്യാബേജ് തോരൻ, കാളൻ, പിന്നെ എരിശ്ശേരി, ഓലൻ, പിന്നെ നാരങ്ങ കൊണ്ടുള്ള ഉപ്പിലിട്ടത്, പിന്നെ പപ്പടം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി സദ്യ. അപ്പോൾ അതാ കുറച്ച് പേര് ആണുങ്ങളൊക്കെ നിലത്തിരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഞാനും നിലത്തിരുന്നിട്ടാണ് കഴിച്ചേ. പിന്നെ അമ്മായി, മുത്തശ്ശി, അവരൊക്കെ ചെറിയമ്മ അവരൊക്കെ മുകളിലിരുന്നിട്ട് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ അവരൊക്കെ ആണുങ്ങളൊക്കെ നിലത്തിരുന്നത് ഇലയിൽ നല്ല അടിപൊളി നമ്പൂതിരി ചിട്ടയിൽ തന്നെ അങ്ങോട്ട് കഴിച്ചു. പലകയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് സദ്യ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ വിഭവങ്ങളും അടിപൊളിയായിരുന്നു. പിന്നെ അവിയലും ഉണ്ടായിരുന്നു കേട്ടോ. അവിയൽ പറയാൻ മറന്നു. അവിയലും നല്ല സ്വാദുണ്ടായിരുന്നു. എല്ലാം നല്ല ഒന്നിനൊന്നിനും മെച്ചം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്വാമി എന്ന് പറയുന്ന ആളാണ് ഉണ്ടാക്കിയത്. നല്ല ഒരു ബ്രാഹ്മിൺ സ്റ്റൈൽ സദ്യ തന്നെ, അതായത് പ്യുവർ വെജാണ് അദ്ദേഹം ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും റിപ്പീറ്റേഷൻ പറയല്ല, എന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സദ്യ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ കൊണ്ടുള്ള ഉപ്പിലിട്ടത്. ചിലയിടത്ത് ഇതിനെ വടുകപ്പുളി എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ വടുകപ്പുളി എന്ന് പറയും, നാരങ്ങ ഉപ്പിലിട്ടതെന്നും പറയും, എല്ലാം പറയും കേട്ടോ. അപ്പോൾ വടുകപ്പുളി ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിത്തൈരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും നല്ല സൂപ്പർ സദ്യയായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പപ്പടം ഉണ്ടായിരുന്നില്ല, പപ്പടം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പപ്പടം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടെ പപ്പടം ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ കാച്ചാന്ന് പറഞ്ഞിട്ട് പപ്പടം അമ്മ കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പായസം നമ്മൾ അടപ്പായസമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അട തന്നെയാണ് കേട്ടോ, അടപ്രഥമനാണേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അടപ്രഥമൻ നോക്കട്ടെ, ചിലപ്പോൾ ഗോതമ്പായിരിക്കുന്നു. അപ്പോൾ ഗോതമ്പ് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും അടപ്രഥമൻ തന്നെ കിട്ടി. ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു വിഭവമായിരുന്നു സാമ്പാർ. അത്രയും ടേസ്റ്റായിരുന്നു സാമ്പാർ, നല്ല സൂപ്പർ സാമ്പാറായിരുന്നു. ഇത് രസമാണ് കേട്ടോ. രസത്തിന് ഇത്തിരി മധുരം ഉണ്ടായിരുന്നു, എന്നാലും കൊള്ളാം, നല്ല ടേസ്റ്റുള്ള രസം തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഇരുന്ന് തുടങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ മുത്തശ്ശിക്ക് നിലത്തൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മുത്തശ്ശി മുകളിലാണ് ഇരിക്കണത്. അപ്പോൾ പിറന്നാളുകാർ ഭക്ഷണം കഴിക്കണേക്കാളും മുൻപ് ഇങ്ങനെ വിളക്ക് മുന്നിൽ വെക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഒരു ചിട്ട. പലയിടത്തും പല ചിട്ടയാണ്. ചിലവരുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ അമ്പലപ്പുഴയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗണപതിക്ക് വിളമ്പും ഒരു ഇലയിൽ, അങ്ങനെയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിറന്നാളുകാരുടെ മുന്നിൽ വിളക്ക് വെച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുക. അപ്പോൾ ഞാനും ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇനി പായസങ്ങളുടെ വരവാണ് ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ തേവാരം ഞാൻ കാണിച്ചില്ലേ, അപ്പോൾ തേവാരത്തിൻ്റെ ശർക്കര പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അടപ്രഥമൻ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അടപ്രഥമൻ്റെ കോമ്പിനേഷൻ എനിക്ക് പപ്പടം കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു പപ്പടവും കൂടിയും കൂട്ടി, അടപ്രഥമനും പപ്പടവും, ശരിക്കും പറഞ്ഞാൽ ഒരു പഴം കൂടിയും വേണം. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. പക്ഷേ പഴം വാങ്ങിച്ചില്ല, അതുകൊണ്ട് അടപ്രഥമനും പപ്പടവും കൂട്ടി നല്ല അടിപൊളി പായസം കഴിച്ചു. അതിനുശേഷം നമ്മുടെ അമ്പലത്തിൽ, എൻ്റെ അമ്പലമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലം, അത് ഞാൻ വൈകിട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ അമ്പലത്തിൽ ഇന്ന് ഒരു കുടം പാലുകൊണ്ടുള്ള പാൽപ്പായസത്തിൻ്റെ വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ ആ പാൽപ്പായസമാണിത്. ഇതും നല്ല ടേസ്റ്റായിരുന്നു. ശരിക്കും ഇതിനൊരു ബോളി ഉണ്ടെങ്കിൽ പാൽപ്പായസവും ബോളിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതും കൂടി ഇനി അടിപൊളിയാണ്. എന്നാലും വേണ്ട, ഇത്രയൊക്കെ മതി. അപ്പോൾ നല്ല സൂപ്പർ സദ്യയായിരുന്നു. അത് കഴിഞ്ഞ് ഇലയും മടക്കി, ഇതാണ് സദ്യ ഓവർ. അപ്പോൾ ഗായ്സ്, ഇന്നപ്പോൾ മുത്തശ്ശിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ഇന്ന് സദ്യയുടെയും വീഡിയോ ഒക്കെ കണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൃശ്ശൂരാണ് കേട്ടോ, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനൊരു കോഴ്സ് ചെയ്യണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് വന്നാൽ, പിന്നെ കുറേ ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങനെ. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അവിടെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മളിതാ ഇന്നത്തെ പിറന്നാൾ സദ്യയും അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വീണ്ടും നല്ല മഴ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയുണ്ട്, കണ്ടുവോ? നല്ല മഴ, അതിഗംഭീര മഴയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സർപ്പക്കാവാണ് കേട്ടോ സൈഡിൽ കാണുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും ആയില്യത്തിലാണ് പൂജ ഉണ്ടാവുക. ആയില്യം നാളിൽ പൂജ ഉണ്ടാവും കേട്ടോ സർപ്പക്കാവിൽ. അപ്പോൾ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് മഴ. നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇല്ലത്തിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് എല്ലാവർക്കും കാണാൻ വേണ്ടി ചുറ്റും ഒന്ന് കാണിച്ചതാണ്.
മൊത്തം പറമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കളപ്പാട്ടൊക്കെ വരും, ആ പാട്ടിൻ്റെ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറമ്പൊക്കെ വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇരുന്ന് വർത്താനം പറയണം. അമ്മായി ഉണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, ചെറിയമ്മയുണ്ട്, പിന്നെ വിനോമാവനുണ്ട്, കിങ്ങിണിക്കുട്ടിയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, അനിയനുണ്ട്, ഞാനുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് വർത്താനം പറയണം. അപ്പോൾ ഇതാ സമയം ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത്, ഞങ്ങളുടെ ഇല്ലത്തിൻ്റെ അമ്പലം തന്നെയാണ് കേട്ടോ. ഇത് ശ്രീകൃഷ്ണപുരം ക്ഷേത്രമാണ്, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നടന്നാൽ മതി, ഞങ്ങളുടെ ഇല്ലത്തിൻ്റെ അമ്പലം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ തൊഴാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പണ്ട് അമ്പലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഫുള്ള് ഷീറ്റൊക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കി അമ്പലം. ഇപ്പോൾ അമ്പലം നല്ല ഭംഗിയാക്കി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ശ്രീകൃഷ്ണപുരം എന്നൊക്കെ എഴുതി കാണിച്ച് അങ്ങനെ എല്ലാ വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ ഇന്ന് അപ്പനാണ് കേട്ടോ. അപ്പൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയനെയാണ് ഞങ്ങൾ അപ്പൻ എന്ന് പറയുക. അപ്പോൾ അപ്പനാണ് ഇന്ന് പൂജ അമ്പലത്തിൽ. ഇടയ്ക്ക് എൻ്റെ അനിയൻ ചെയ്യും, ഇടയ്ക്ക് അച്ഛൻ ചെയ്യും. അപ്പോൾ ഞങ്ങളിൽ 3 പേരിൽ വല്ല ആരെങ്കിലുമൊക്കെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ പണ്ട് ഇവിടെയൊക്കെ മണ്ണൊക്കെ ആയിരുന്നു, പിന്നെ അത് കോൺക്രീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു മാർബിൾ പോലൊരു ഇതും വെച്ചു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ വഴുക്കില്ല, നല്ല ഗ്രിപ്പുള്ളത്. അപ്പോൾ എത്ര പ്രായമായ ആൾക്കാർക്ക് വേണമെങ്കിലും നടക്കാൻ പറ്റും. ഒരു സ്പെഷ്യൽ ടൈപ്പ് മാർബിൾ പോലെയാണ് കേട്ടോ. ഒട്ടും വഴുക്കലുണ്ടാവില്ല, നല്ല ഗ്രിപ്പുള്ള ഒരു മാർബിളാണ്. അതുകൊണ്ട് ഇപ്പോൾ അമ്പലം കാണാൻ തന്നെ നല്ല ഭംഗി. അപ്പോൾ ഇതാണ് കൊടിമരമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതൊക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചിലപ്പോൾ അറിയാത്തവരുണ്ടായാലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മുൻവശത്തെത്തി. അപ്പോൾ ജസ്റ്റ് അധികം അങ്ങനെ നമ്മൾ കൃഷ്ണനെ അങ്ങനെ വിഗ്രഹം കാണിക്കാൻ പാടില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം ഉള്ളിലേക്ക് അങ്ങനെ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലക്കുളമാണ് കേട്ടോ. ഇത് അമ്പലക്കുളമൊക്കെ നിറഞ്ഞു. ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലക്കുളം, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളമൊക്കെ. ഇപ്പോൾ നല്ല മഴയുണ്ട്, നല്ല പോലെ നിറഞ്ഞു. അപ്പോൾ അപ്പുറത്തൊരു പെര പോലെ ഉണ്ട്, അവിടെയാണ് നമ്മൾ കുളിക്കുക. അതായത് നമ്പൂരാർ, അതായത് ശാന്തി നമ്മൾ പൂജ ചെയ്യുന്ന ആൾക്കാർ, അതായത് എൻ്റെ അച്ഛൻ, അനിയൻ, അവരൊക്കെ നമ്പൂരാരൊക്കെ അവിടെയാണ് കുളിക്കുക, ആ പടവിൽ. ഇവിടെ പിന്നെ ഇപ്പോൾ ആരും കുളിക്കാറില്ല. പണ്ടൊക്കെ അയൽപക്കത്ത് വല്ലവരൊക്കെ വന്ന് കുളിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ആരും അങ്ങനെ കുളിക്കാറില്ല. അതുകൊണ്ട് അവിടെയൊക്കെ കാട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റും. അമ്പലം ഫുൾ ഒരു പൂർണ്ണ രൂപത്തിൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഭാഗത്ത് വേറെ ഭദ്രകാളി, നാഗങ്ങൾ, പിന്നെ ദമ്പതി രക്ഷസ്, അങ്ങനെ 3 പ്രതിഷ്ഠയും കൂടി ഉണ്ട് കേട്ടോ സൈഡിൽ. അപ്പോൾ നമ്മളെല്ലാവരും അമ്പലത്തിലൊക്കെ തൊഴുത് ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി വൈകുന്നേരമായി. അപ്പോൾ അമ്മായിനെയും അമ്മാവനെയും തൃശ്ശൂർ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ പൂങ്കുന്നത്താണ് കേട്ടോ അവർ താമസിക്കണേ. അപ്പോൾ ഞാനും അനിയനും അമ്മയും എല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പൂങ്കുന്നം ഒരു ശ്രീരാമക്ഷേത്രം ഉണ്ട്, അവിടെ തൊട്ടടുത്ത് ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളിതാ ഒരു മസാല ദോശയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ദോശ, ചട്നി, പിന്നെന്താ അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിറന്നാൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, കമൻസിലൂടെയും നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് കാണുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പം മഴയാണ്, ഓരോ പ്രശ്നങ്ങൾ, വയനാട്ടിൽ ദുരന്തമൊക്കെ ഭയങ്കര ആഴമേറിയ മുറിവാണ് നമ്മളൊക്കെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും കരുതി സേഫായിട്ട് നല്ലതുപോലെ ഇരിക്കുക കേട്ടോ. സന്തോഷമായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഒപ്പവും ഒക്കെ സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ആര്യ താമരപ്പള്ളീസ് വ്ളോഗ്. ബൈ.